അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തി ജീവിക്കുവാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാൻ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. റമളാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷയും ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമൊക്കെ സഫലമായോ എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയാണ് ഈ അവസാനത്തെ ദിനരാത്രങ്ങൾ. വിശുദ്ധ ഖുർആൻ റമളാനിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സ്ഥലത്ത് അയ്യാമം മഅദൂദാത്ത്, ഏതാനും ദിവസങ്ങൾ മാത്രം, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ വിശുദ്ധ റമളാൻ നമ്മിലുണ്ടാവുകയുള്ളൂ എന്ന് റമളാനിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പഴയ ദുശ്ശീലങ്ങൾ മാറ്റാൻ നമുക്ക് സാധിച്ചുവോ? പുതിയ എന്തെങ്കിലും നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഈ റമളാൻ കൊണ്ട് നമ്മൾക്ക് സാധിച്ചുവോ എന്നുള്ള ഏറെ
ഹൃദയത്തിൽ തട്ടിയുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ട തഖ്വ എന്ന് പറയുന്നത്. റമദാനിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച മിമ്പറുകളിൽ നിന്ന് നമ്മൾ കേട്ട ഒരു ആയത്തുണ്ട്. കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് നോമ്പ് നിങ്ങളുടെ പൂർവികർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി. സൂക്ഷ്മത പാലിക്കുന്ന തഖ്വയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകളുടെ ഇബാദത്തുകൾ, അവരുടെ അനുഷ്ഠാന കർമ്മങ്ങൾ തഖ്വയോടുകൂടി മാത്രമാകുമ്പോൾ അതിന് പ്രതിഫലം ലഭിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധിയാണ്, സൂക്ഷ്മതാബോധമാണ് നമ്മൾ ഈ റമദാനിലൂടെ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്ത എന്ന് പറയുന്നത് തഖ്വയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട മറ്റൊരു ഗുണമായിരുന്നു ക്ഷമയും സഹനവും. നമ്മൾ എത്രമാത്രം അത് നേടിയിട്ടുണ്ട്. നമ്മളോട് കയർത്ത് സംസാരിക്കുന്നവരോട്, നമ്മളോട് ശണ്ട കൂടാൻ വരുന്ന ആളുകളോട് ഇന്നി സ്വാഇമുൻ എന്ന് നമ്മൾ പറഞ്ഞ് മാറി നിന്ന ആളുകളായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മുടെ സ്വന്തത്തോട് സഹനം നമ്മൾ കാണിച്ചു. നമ്മുടെ വീട്ടിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടും കഴിക്കാനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിട്ട് പോലും നമ്മളത് കഴിക്കാതെ മാറി നിന്നത് നമ്മുടെ സഹനത്തിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ നോമ്പിൽ നമ്മൾ അറിഞ്ഞ മറ്റൊരു സംഗതിയാണ് പാവപ്പെട്ടവൻ്റെ പട്ടിണിയുടെ വില. പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ എത്രമാത്രം അവൻ്റെ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് ഈ നോമ്പിലൂടെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുകയായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവ ഷഹറുൽ മുസാവാത്ത്, പരസ്പര സഹായത്തിൻ്റെ മാസം കൂടിയായിരുന്നു വിശുദ്ധ റമദാൻ. നമ്മളതൊക്കെ ചെയ്ത ആളുകളാകുന്നു. അതേപോലെ തന്നെ ആരാധനയുടെ കാര്യത്തിലുള്ള കൃത്യത ഈ റമദാനിൽ നമ്മൾ ഓരോരുത്തരും കൈവരിച്ച ആളുകളാണ്. നോക്കൂ നിങ്ങൾ, ഒരു മാസത്തെ കൃത്യമായ ട്രെയിനിങ് പീരീഡിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ നമ്മുടെ പള്ളികൾ സജീവമായി, നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ കൃത്യത വന്നു. നമ്മുടെ സുബഹിയുടെ ജമാഅത്തിന് പോലും നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കുകയും നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ചിട്ടവട്ടയുള്ളതാവുകയും ചെയ്തു എന്നുള്ളത് ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഒരു പ്രത്യേകതയായിരുന്നു. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനുമായി നമ്മൾ ഈ റമദാനിൽ ബന്ധം പുലർത്തിയത് വളരെ അടുത്തായിരുന്നു. വിശുദ്ധ ഖുർആൻ ഓതാത്ത ദിനരാത്രങ്ങൾ നമ്മുടെ ഈ റമദാനിൻ്റെ രാപ്പകലുകളിൽ കഴിഞ്ഞു പോയിട്ടില്ല. കാരണം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിൻ്റെ മാസമായിരുന്നു ഈ വിശുദ്ധ റമദാൻ. ഖുർആനിൻ്റെ ക്ലാസ്സുകൾ, ഖുർആനിൻ്റെ പരീക്ഷകൾ, ഖുർആനിൻ്റെ സന്ദേശങ്ങൾ, ഖുർആൻ പാരായണം, പൊതുസമൂഹത്തിൽ പോലും ഖുർആനിൻ്റെ സന്ദേശം നമ്മൾ കണ്ടു, അതിൻ്റെ ഓളങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഖുർആനിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറാൻ റമദാനിന് ശേഷവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വിശ്വാസരംഗത്ത്, കർമ്മരംഗത്തൊക്കെ, അനുഷ്ഠാന രംഗത്തൊക്കെ മുസ്ലിം സമൂഹം ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ ഏറെ മുന്നിലായിരുന്നു. നോക്കൂ നിങ്ങൾ, ഹലാലുകളെ പകലിൽ മാറ്റിവെച്ചുകൊണ്ട് ഹറാമുകളോട് പടവെട്ടാനുള്ള ഒരു ശേഷിയാണ് ഈ റമദാനിലൂടെ നമ്മൾ കൈവരിച്ചത്. ഈ വ്യക്തി വിശുദ്ധി നമ്മൾ ഇനിയും നിലനിർത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉള്ളുരുകിയ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം 100-ലേറെ തവണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടാറുണ്ടായിരുന്നു എന്ന് പ്രവാചക ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആൻ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്,
ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് തെറ്റ് ചെയ്ത, സ്വന്തത്തോട് അക്രമം ചെയ്ത എൻ്റെ അടിമകളെ എന്നാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ അഭിസംബോധന ചെയ്യുന്നത്. അക്രമം ചെയ്ത അക്രമികളെ, അല്ലെങ്കിൽ പാപം ചെയ്ത പാപികളെ എന്നല്ല. യാ ഇബാദ്, എൻ്റെ അടിയാന്മാരെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങളാരും നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ അള്ളാഹു കാത്തു നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ അള്ളാഹുവിലേക്ക് ഉള്ളൊരുകിയ പ്രാർത്ഥനകൾ, നമ്മുടെ മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥനകൾ എപ്പോഴാണ് നമ്മളിൽ നിന്നുണ്ടായത് എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭങ്ങളിൽ ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു വിളിക്കുന്ന വിളി യാ ഇബാദ്, സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് വിളിക്കുന്നത്. എൻ്റെ അടിമകളെ, നിങ്ങൾ എന്നിലേക്ക് ഖേദിച്ചു മടങ്ങുക, നിങ്ങൾ എന്നിലേക്ക് മടങ്ങുക. പ്രിയപ്പെട്ടവരെ, ഇഅ്തികാഫിൻ്റെ ദിനങ്ങളായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. നമ്മൾ അല്ലാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ട സമയമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നോക്കൂ നിങ്ങൾ, നമുക്ക് സാധിച്ചോ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനാ നിരതമായ മനസ്സോടുകൂടി ഇരിക്കുവാൻ നമുക്ക് സാധിച്ചോ? പ്രിയപ്പെട്ടവരെ, ഇഅ്തികാഫിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടതാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഈ റമളാനിൻ്റെ ദിനരാത്രങ്ങളും നമുക്ക് ഒഴിവുണ്ടാകുന്ന ദിവസങ്ങൾ പോലും നമ്മൾ നല്ല AC റൂമിൽ ബ്ലാങ്കറ്റ് മൂടി തണുപ്പിൽ കിടന്നിറങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയും സമയങ്ങളുണ്ട്, ഇനിയും മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഖബറിലേക്ക് പോവേണ്ട ആളുകളാണ്. ഇത്തരത്തിലുള്ള ACയോ ബ്ലാങ്കറ്റോ തലയണയോ മെത്തയോ ഒന്നുമില്ലാത്ത ആ ഖബറിലേക്ക് പോവേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഇഅ്തികാഫിന് വേണ്ടി നമ്മൾ സന്ദർഭവും കണ്ടെത്തണം. നമ്മുടെ നാട്ടിലായാലും വിദേശ നാടുകളിലായാലും ഒക്കെ നമുക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ അവധി ദിവസങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവസാനത്തെ 10 ഈ ദിവസങ്ങൾ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശദ്ദ മിസ്റഹു വഅയ്ഖല അഹ്ലഹു വഅഹ്യാ ലൈലഹു, ഹദീസുകളിൽ കാണാം, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അരമുറുക്കി തൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ചുണർത്തി രാത്രിയെ സജീവതയുള്ളതാക്കുക, രാത്രിയെ ആക്കി മാറ്റുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ രാത്രിയെ പ്രാർത്ഥന കൊണ്ടും അതുപോലെ തന്നെ ഇഅ്തികാഫ് കൊണ്ടും രാത്രിയിലെ ദീർഘമായ നമസ്കാരങ്ങൾ കൊണ്ടും ധന്യമാക്കുകയായിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങേണ്ട ഏറ്റവും നിർണായക സന്ദർഭവും സമയവുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അള്ളാഹു പറയുകയാണ്, പടച്ച റബ്ബ് നിങ്ങളുടെ ജീവനാഡിയേക്കാൾ അടുത്തവനാണ്. ഉദ്ഉനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, നിങ്ങൾ എന്നിലേക്ക് മടങ്ങുക എന്ന് അല്ലാഹു തആല പറയുന്നു. പ്രിയപ്പെട്ടവരെ, പരലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. വലാ തുഹ്സിനി യൗമ യുബഅസൂൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, വലാ തുഹ്സിനി യൗമ യുബഅസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിതനാക്കരുത് നാഥാ എന്നുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, നമുക്ക് പരിചയമുള്ള സൂറത്ത് യാസീനിലെ ആയത്ത്, അക്രമികളെ നിങ്ങൾ മാറി നിൽക്കുക എന്ന് അള്ളാഹു പറയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഖേദിച്ചു മടങ്ങുക. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. പരലോകത്തിന്റെ ഒരു ദിവസത്തെക്കുറിച്ച് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, നമ്മുടെ വായകൾക്ക് സീല് വെക്കുന്ന ദിവസം. വതുകല്ലിമുനാ ഐദീഹിം, നമ്മുടെ കൈകൾ സംസാരിക്കുന്ന ദിവസം.
വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മൾ ചെയ്ത, ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ കാല് സാക്ഷി പറയുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരാനുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും ബോധം വേണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളായിരിക്കണം നമ്മൾ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം ഇനിയും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിനരാത്രങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ ഇബാദത്തുകളെ, അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകൾ, അതിനെ തുടർത്തുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാകുന്നു സ്വർഗം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, പിന്നീട് അതനുസരിച്ച് നേരാവണ്ണം നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക, അള്ളാഹുവിൻ്റെ മാലാഖമാർ ഇറങ്ങി വന്നുകൊണ്ട് അവരോട് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുക. ആരാണ് ഈ ആളുകൾ? ആരാണ് ഈ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന ആളുകൾ? സുമ്മസ്തഖാമു, എല്ലാ പ്രവർത്തനങ്ങളും നിലനിർത്തുന്ന ആളുകൾ, അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു ആണെന്ന് പറയുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ആ പ്രവർത്തനങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കാകുന്ന സ്വർഗമുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റമദാനിൽ നമ്മൾ നേടിയെടുക്കേണ്ട റയ്യാൻ കവാടം വളരെ 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 പെട്ടെന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം എന്താ? റമദാനിൽ ഓഫറുകളുടെ മാസമാണ്. ധാരാളം ഓഫറുകൾ അല്ലാഹു നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. ഒരു ഫർള് ചെയ്താൽ 700 ഇരട്ടി വരെ പ്രതിഫലം. ഒരു ഐച്ഛികമായ സുന്നത്തായ പ്രവർത്തനം ചെയ്താൽ ഒരു ഫർളിന്റെ പ്രതിഫലം. ഇങ്ങനെ 1000 മാസത്തേക്കാൾ പ്രതിഫലമുള്ള ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നുകൊണ്ട് സുന്നത്ത് കർമ്മങ്ങൾക്ക് ഫർളിന്റെ പ്രതിഫലവും ഫർളിന് 100ഉം 700ഉം ഇരട്ടി പ്രതിഫലവും നൽകുന്ന വളരെ 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 നല്ല ഒരു മാസം നമ്മുടെ മുമ്പിലിതാ നിൽക്കുകയാണ്. ഇനിയും ഏതാനും നിമിഷങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് സ്വർഗം നേടാൻ സാധിക്കും. അതേപോലെ തന്നെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടിയിട്ട് ആ റമദാൻ കൊണ്ട് സ്വർഗം നേടാൻ സാധിക്കാത്തവൻ നശിക്കട്ടെ എന്ന് ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂൽ ആമീൻ എന്ന് പറഞ്ഞ സന്ദർഭം നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടിയിട്ട് ആ റമദാൻ കൊണ്ട് സ്വർഗം നേടാൻ കഴിയാത്തവൻ നശിക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് പറയുകയുണ്ടായി. ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക, പ്രാർത്ഥനാ നിരതമാവുക. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഈ അവസാനത്തെ നിമിഷങ്ങളിൽ, അവസാനത്തെ 10 ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, നീ പാപമോചനം സ്വീകരിക്കുന്നവനാണ്, നീ അഫുവ് സ്വീകരിക്കുന്നവനാണ്, അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ ക്ഷമയും മാപ്പും നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നിർവഹിക്കേണ്ട സമയം കൂടിയാണിത്. സക്കാത്തിന് പുറമെ നമ്മുടെ ദാനധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. സക്കാത്ത് നിർബന്ധമായ ബാധ്യതയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ ഗൗരവവും അത് നൽകാതിരുന്നാലുള്ള പരലോകത്തുള്ള അവസ്ഥയും സാഹചര്യവുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുപോലെ തന്നെ നമ്മൾ നൽകേണ്ട ദാനധർമ്മങ്ങൾ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ടതുണ്ട്. ഈ സക്കാത്തിന് പുറമെ തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന കരീഹൽ മുർസൽ,
അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ് പോലെയായിരുന്നു അവസാന ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, നമ്മുടെ വാട്സപ്പുകളിലും നമ്മുടെ സോഷ്യൽ മീഡിയകളിലുമൊക്കെ എത്രയെത്ര ആളുകളുടെ സഹായ അഭ്യർത്ഥനകളാണ്. രോഗികൾ, അതുപോലെ തന്നെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ, മറ്റുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ മാറ്റാൻ നമ്മളോടൊക്കെ ഒരുപാട് ദാനധർമ്മങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീനിന് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയല്ലാതെ നമ്മൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തുവോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹയുടെയും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമ ഇവരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കിയതാണ്. വീട്ടിലൊന്നുമില്ലാഞ്ഞിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ ഈ അതിഥിയെ ആരാണ് കൊണ്ടുപോവുക എന്ന് ചോദിക്കുമ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സന്തോഷപൂർവ്വം കൊണ്ടുപോവുകയും വീട്ടിലെത്തിയപ്പോൾ ഉമ്മു സുലൈം ഇത് കണ്ട് പൊട്ടിക്കരയുകയും ചെയ്ത ചരിത്രം ഇസ്ലാമിക ലോകത്ത് നമ്മൾ ഒരുപാട് കേട്ടതും അറിഞ്ഞതുമാണ്. നോക്കൂ നിങ്ങൾ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വൽഹയോട് പറയുന്നുണ്ട്, അബൂ ത്വൽഹ, നിന്റെ ഇന്നലെ രാത്രി വിളക്കണച്ചുള്ള നിന്റെ അതിഥി സൽക്കാരമുണ്ടല്ലോ, അത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമായി. അബൂ ത്വൽഹ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുന്നു, പ്രവാചകരെ, നിങ്ങൾക്കതെങ്ങനെ മനസ്സിലായി? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുണ്ട്, ആകാശലോകത്ത് നിന്ന് മാലാഖമാർ നിന്റെ വീടിൻ്റെ ചുറ്റും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ചെലവഴിക്കുക, അള്ളാഹു നമ്മൾക്ക് നൽകിയതിൽ നിന്നും ചെലവഴിക്കുക. ഇത്തഖിന്നാർ വലൗ ബിശഖി തംറിൻ, ഒരു കാരക്കൻ്റെ ചീള് കൊണ്ടെങ്കിലും നരകത്തെ കാക്കാൻ സാധിക്കുമെങ്കിൽ, നരകത്തെ തടയാൻ സാധിക്കുമെങ്കിൽ നമ്മളത് ചെയ്യുക എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുമ്പിൽ പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനി അവസാനത്തെ ഈ ദിവസങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥനകൾ, ഉള്ളുരുകിയ പ്രാർത്ഥനകൾ ഉണ്ടാവേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളെപ്പോലെ റമദാനിൻ്റെ അവസാനത്തെ ദിവസത്തിൽ മദീന പള്ളിയിൽ നിന്നും കരയുന്ന ഒരു ചരിത്രം ഇസ്ലാമിക ചരിത്രത്തെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു. നമ്മളെപ്പോലെ പെരുന്നാളിലേക്ക്, ആഘോഷത്തിൻ്റെ നിറവിലേക്ക് പോവേണ്ട 30 ദിവസത്തെ നോമ്പെടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ ഒരു മൂലയിലിരുന്ന് കരയുന്നു. സ്വഹാബികൾ പോയി നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, 30 ദിവസം ഞാൻ നോമ്പെടുത്തു, എൻ്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിച്ചോ എനിക്കറിയില്ല. അതിലുള്ള സങ്കടമാണ് എന്നെ കരച്ചിലേക്ക് കൊണ്ടുപോയത്. ആരാണ് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവൻ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടായിരുന്ന ആള്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ടല്ലോ, സുബഹി നമസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, നിങ്ങളിൽ ഇന്ന് നോമ്പെടുത്ത വ്യക്തി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഇന്ന് നോമ്പെടുത്തിട്ടുണ്ട്. നിങ്ങളിൽ ഇന്ന് ജനാസയെ ആരെങ്കിലും പിന്തുടർന്നോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്ത ആരെങ്കിലും നിങ്ങളിലുണ്ടോ ഇന്ന്? അതിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിലുമുണ്ടായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് രോഗിയെ സന്ദർശിച്ചവരുണ്ടോ? ഈ 4 കാര്യവും നേരം പുലരുന്നതിൻ്റെ മുമ്പ് ചെയ്തു തീർത്ത മഹാ സ്വഹാബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും പെരുന്നാളിൻ്റെ തലേ ദിവസം കരയുന്ന കാഴ്ച ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അവർക്ക് ആദിയായിരുന്നു, നാളെ പരലോകത്ത് എൻ്റെ ഇബാദത്തുകൾ എന്താകും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക, റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ നമസ്കാരങ്ങളും ഞങ്ങളുടെ നോമ്പുകളും ഞങ്ങളുടെ ഇബാദത്തുകളും ഒക്കെ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ എന്നുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഈദിലേക്ക് പോവുകയാണ്. ഈദിൻ്റെ ദിവസങ്ങളിൽ പുതുവസ്ത്രം ധരിക്കുക എന്നുള്ളത് സുന്നത്താണ്. തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. ചെറിയ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഈദ്ഗാഹിലേക്ക് പോവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മാതൃകയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ
പോകുന്നത് ഒരു വഴിയിലൂടെയും തിരിച്ചു വരുന്നത് മറ്റൊരു വഴിയിലൂടെയും ആവുക എന്നുള്ളത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന സുന്നത്തുകളിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഈദിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ മറ്റുള്ള ആളുകളുമായി കൊണ്ട് സഹവർത്തിത്വവും അതേപോലെ തന്നെ സ്നേഹവും പങ്കിടുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു മര്യാദയും പ്രവാചകൻ പുണ്യകർമ്മമായി പ്രഖ്യാപിച്ച ഒരു സംഗതിയുമാണ്. അതേപോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈദിൻ്റെ ദിവസങ്ങളിലും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈദ് കഴിഞ്ഞാലും ഷവ്വാലിലെ 6 നോമ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക. നോക്കൂ നിങ്ങൾ, 30 ദിവസം നോമ്പെടുത്ത ഒരു മനുഷ്യന് ഇനി ഒരു 6 ദിവസത്തെ നോമ്പ് അത്ര പ്രയാസമല്ല. എന്നാൽ അതിൻ്റെ പുണ്യമോ കാന തമാമുസ്സന, ഒരു വർഷം നോമ്പെടുത്തവൻ്റെ പുണ്യം ആ ഷവ്വാലിലെ 6 നോമ്പിന് അള്ളാഹു നൽകുകയാണ്. അതുകൊണ്ട് ഷവ്വാലിലെ 6 ദിവസത്തെ നോമ്പിനെ തുടർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ ഈ റമദാനും ഈ റമദാനിൻ്റെ അനുബന്ധ ദിവസങ്ങളും ഏറെ പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമുക്ക് നോമ്പുകാർക്ക് മാത്രം തയ്യാറാക്കപ്പെട്ട റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പിൽ എന്തെങ്കിലും പാളിച്ചകളും പോരായ്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നമുക്ക് പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ നമസ്കാരവും സ്വതക്കയും മറ്റു ദാനധർമ്മങ്ങളും മറ്റുള്ള ഇബാദത്തുകളുമൊക്കെ അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദീർഘമായ നമസ്കാരങ്ങൾക്ക് അള്ളാഹു പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് നോമ്പെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഹോസ്പിറ്റലുകളും വീടുകളും ഒക്കെ കിടക്കുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ശാന്തിയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.